കഴിഞ്ഞ ദിവസം നമ്മൾ ഒർലാഡോ സിറ്റിയിൽ പോയി. അപ്പോൾ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ പഞ്ചാര പാൽ മുട്ടായി വിൽക്കണ ബഷീർ കഥ ഇവിടെ ഇപ്പം കല്യാണപ്പുരയിലും മൂപ്പരാട്ടോ താരം കുട്ടികളൊക്കെ കഥ വട്ടിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഉള്ളോട്ടൊന്ന് കയറാന്ന് വെച്ച് സ്റ്റേജിൻ്റെ അവിടെ പോയപ്പോഴോ ബമ്പൻ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റേജൊക്കെ. സ്റ്റേജ് ഇത്ര കുളൂസ് ഉണ്ടെങ്കിൽ ഫുഡ് ചിലപ്പോൾ അതിനെക്കാട്ടി ചീറല്ലോ. അപ്പോൾ കലവറയിലേക്ക് എത്തി നോക്കിയപ്പോൾ മട്ടൻ്റെ ചെമ്പ് ഇതങ്ങനെ പൊട്ടിച്ച് കിട്ടും. മട്ടൻ നോക്കുമ്പോൾ മട്ടൻ്റെ കയ്യും കാലും അതേ വരിക്ക് അങ്ങനെ വേവിച്ച് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. സംഭവം മട്ടനോണ്ട് ഒരു കളിയാണ്. ഇനി അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇതാ ഫിഷ് ഇതാ അങ്ങനെ വാൻ്റലയിൽ പൊള്ളിച്ചെടുത്തിട്ടോ. തുറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ. പിന്നെ മട്ടൻ ബിരിയാണി ഫുള്ളും മട്ടൻ്റെ കളിയാട്ടോ. പിന്നെ അതാ അൽഫാം ഇങ്ങനെ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ബീഫ് ഇതങ്ങനെ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയി കൊണ്ടാടിക്കൊണ്ട് നിൽക്കണ്. ഇപ്പുറം നോക്കുകയാണെങ്കിൽ കബാലിയത്തിൻ്റെ ചിക്കൻ റെഡി ആയി കൊണ്ട് നിൽക്കണ്. ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന വയറ് നിറയും. അപ്പോൾ നേരെ അങ്ങോട്ട് പോകുമ്പോൾ പത്തലും പൊറാട്ടയൊക്കെ അടിക്കുന്നുണ്ട്. എന്തായാലും അവരെ പണിയൊക്കെ നടക്കട്ടെ, നമുക്കൊന്ന് പുറത്ത് പോയാലോ. അപ്പോൾ നമ്മളിന്ന് പോയത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒലിപ്രംകടവിലേക്ക് പോകണം ഒർലാഡോ സിറ്റി എന്ന് പറഞ്ഞ ഒരു കൺവെൻഷൻ സെൻറ്ററിലാണ്. ഈ അടുത്ത് പുതിയത് വന്ന നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഹോളിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇന്നത്തെ ഇവിടെ ഫുഡിൻ്റെ മെനു ഫുള്ള് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് കണ്ട് നേരെ അങ്ങോട്ട് പോയാൽ കിട്ടും ഫുഡ് കഴിക്കാൻ. പുറത്ത് കയറി വരുന്നവർ തന്നെ ചായകൾ പലതരം കളർ ചായകൾ റെഡി ആയിക്കണ്. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇവരെങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം നോക്കുമ്പോൾ ഒരുപാട് കാറുകൾ കളർ പുകയൊക്കെ പറത്തി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ മണവാളച്ചക്കം വരികയാണ്. അതുകൊണ്ട് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കാത്തുക്കുക. നല്ല വലിയ വലിയ വണ്ടികളിലാണ് വരുന്നത് കേട്ടോ. എന്തായാലും മണവാളച്ചക്കനെ വരവേൽക്കാൻ ദഫ്മുട്ടായിട്ടാണ് മേലോട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നിവിടെ നിക്കാഹ് നടക്കുന്നുണ്ട്. മണവാളച്ചക്ക സ്റ്റേജിലെത്തി. ഇനി നിക്കാഹിൻ്റെ സമയമാണ്. നിക്കാഹിനുള്ള സന്നാഹങ്ങളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിരിക്കണ്. നിക്കാഹിൻ്റെ ടൈമിൽ കൊടുക്കാനായിട്ട് ഡ്രൈ ഫ്രൂട്ടൊക്കെ നിർത്തി വെച്ചിട്ട് എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല. നമ്മൾ നേരെ വിട്ട് ഫുഡ് കഴിക്കാനായി. ഫുഡിൻ്റെ ടേബിളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൗണ്ടറാട്ടോ. നല്ല ആൾക്കാർക്ക് ഇരുത്തിയിട്ട് തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. സെൻറ്ററിൽ ഫുഡ് വെച്ചിട്ട് ഒരു പ്രീമിയം കൗണ്ടർ പുറത്തും ഉണ്ട് കേട്ടോ. നേരെ പന്തലിലേക്ക് പോയപ്പോൾ ചെമ്പുകൾ ഓരോന്ന് പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നത്. ബിരിയാണി പൊട്ടുന്നുണ്ട്. അപ്പുറം നോക്കുകയാണെങ്കിൽ നമ്മൾ മട്ടൻ പൊട്ടുന്നുണ്ട്. മട്ടൻ ബിരിയാണി അത് വിളമ്പുന്നുണ്ട്. പത്തലൊക്കെ പൊരിച്ച് റെഡി ആയിക്കണ്. നിക്കാഹ് കഴിയുമ്പോഴത്തേനും അപ്പം നേരെ റെഡിയാണ്. ഇപ്പുറതാ റുമാലി റൊട്ടിയൊക്കെ തകൃതിയായിട്ട് അടിച്ച് നീട്ടുന്നുണ്ട്. മട്ടൻ്റെ കാല് ഇവിടെ ഒന്നും രണ്ടും ചെമ്പല്ല കേട്ടോ. 3-4 ചെമ്പുകൾ ഇവിടെ നിരത്തി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫിഷൊക്കെ പൊള്ളിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് നേരെ. അപ്പം ഇനി എന്തൊക്കെ ഐറ്റങ്ങളിൽ നോക്കാം. മട്ടൻ ബിരിയാണി ഉണ്ട്, അതിൻ്റെ മട്ടനാട്ടത് കാണുന്നത്. പിന്നെ കബാലിയത്ത് ഉണ്ട്, അതിൻ്റെ റൈസാണിത്. ചിക്കൻ കബാലിയത്താണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ഫിഷ് കറികളുണ്ട്. പിന്നെ ബീഫ് കൊണ്ടാട്ടുണ്ട്. പിന്നെ അൽഫാം ഉണ്ട്. അതുപോലെ ഇനി എന്തൊക്കെയാണ് നോക്കുമ്പോൾ ബീഫ് കുറുമ ഉണ്ട് കേട്ടോ. പിന്നെ ചപ്പാത്തി ഉണ്ട്, പൊറാട്ട ഉണ്ട്, പത്തലുണ്ട്, അങ്ങനെയുള്ള ഐറ്റങ്ങളുണ്ട്. ഫിഷ് പൊതിഞ്ഞ് വെച്ചിരിക്കണ്. മട്ടൻ്റെ കാല് അവിടെ റെഡി ആയിക്കണം. ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് വരുമ്പോൾ അങ്ങനെ എടുത്ത് കൊടുക്കാം. പിന്നെ കപ്പ ഉണ്ട്, അതിൻ്റെ കൂടെ കൂട്ടാൻ ചട്നി, പിന്നെ വെജിറ്റബിൾ കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ വന്ന് കഴിക്കാൻ തുടങ്ങി. പിന്നെ നമ്മളും നോക്കിയില്ല, നമ്മൾ ആർക്ക് വേണ്ടി കാത്തിരിക്കും, നമ്മളവിടെ ഇരുന്നിട്ടോ. ഇവരെ ഫുഡ് സെർവ് ചെയ്യുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. നടുക്ക് ഇങ്ങനെ ഫുഡ് വെച്ച് ചുറ്റോടെ ആൾക്കാർ ഇരുന്ന് അവർ കൊണ്ട് വിളമ്പി കൊടുക്കല്ല, അല്ലാതെ വരി ഇന്ന് വാങ്ങുന്ന ആ ഇതല്ല. എന്തായാലും ഈ സംഭവം അടിപൊളി കേട്ടോ. നമ്മളെ മറ്റേ വരി ഇന്ന് വാങ്ങണതിനെക്കാട്ടിയും ഇങ്ങനെയാണ് ഫുഡ് കഴിക്കാനും സുഖം. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് മീൻ പൊള്ളിച്ചതും മട്ടൻ കാലൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഹോസ്പിറ്റാലിറ്റിയും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. പുറത്ത് പോയപ്പം സ്വീറ്റ് കൈമത്ത് പാസ്ട്രീസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഐസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഫുഡ്, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇവൻറ്റിൻ്റെ ടീം നോക്കിയപ്പോൾ നമ്മളെ റെഡ് കാർപ്പറ്റ് കോഴിക്കോടുള്ള ഇവൻ്റാരാണ് കേട്ടോ. അപ്പം പരിപാടികൾ എന്തുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ സംഭവം കളറാവും കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.